നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗായുടെ സ്റ്റേഷൻ 33 കൈസൻ. അഭിവൃദ്ധിക്കു വേണ്ടിയുള്ള നിരന്തര മാറ്റം. ജാപ്പനീസ് ഭാഷയിൽ കൈസൻ എന്നാൽ നല്ലതിനായുള്ള മാറ്റം എന്നാണ്. ജാപ്പനീസ് വ്യവസായ മേഖലയിലും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അന്തർദേശീയ വ്യാപാര മേഖലയിലും ഈ പദം ധാരാളം ഉപയോഗിക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ നല്ലതിന്, അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള നിരന്തര മാറ്റം എന്നായി. ഈ വാക്ക് നിരന്തരമായുള്ള പുരോഗതിയുടെ തത്വം എന്നും അറിയപ്പെടുന്നുണ്ട്. ടൊയോട്ട കൈസൻ പരീക്ഷണശാല. വ്യാപാര മേഖലയിൽ കൈസൻ പ്രയോഗിച്ച് ഉന്നതിയിലെത്തിയ ഒരു കേന്ദ്രമാണ് ടൊയോട്ട. അതിലെ എല്ലാ ജീവനക്കാർക്കും കൈസനിൽ ഒരു പങ്കുണ്ട്. ഫാക്ടറി കാവൽക്കാരൻ മുതൽ മേധാവി വരെ. പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനോ ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ സാധനങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ഇവർ എല്ലാവരും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. മൂട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമല്ല ഒഴിവാക്കുന്നത്. തീർച്ചയായും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം. എന്തെങ്കിലും ഒഴിവാക്കുന്നതോ ജോലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതോ മാനുഷിക ഗുണങ്ങൾ ഉണ്ടാക്കുമോ എന്നുകൂടി അവർ ശ്രദ്ധിക്കും. കൈസൻ പ്രയോഗിക്കുമ്പോൾ തീരുമാനങ്ങൾ എളുപ്പത്തിലെടുക്കാൻ കഴിയില്ല. കാരണം ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടൊയോട്ടയിലെ പ്രത്യേകത മാറ്റങ്ങൾ വരുത്താൻ അവർ തിരക്കു കൂട്ടില്ല എന്നതാണ്. എല്ലാം വിശദമായി വിശകലനം ചെയ്തതിനു ശേഷം മാത്രമേ അവർ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള പ്രവർത്തന രീതിയാണ് ടൊയോട്ടയെ ലോകത്തിലെ ഏറ്റവും വലിയ വാഹന കമ്പനിയാക്കിയത്. അതായത് ഏറ്റവും കുറവ് ഉൽപാദന ന്യൂനതകളുള്ള കാറുകളുണ്ടാക്കുന്ന കമ്പനി. PDCA വൃത്തം. വ്യാപാരത്തിനായാലും വ്യക്തിജീവിതത്തിനായാലും കൈസൻ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് PDCA വൃത്തം ഉപയോഗിക്കാം. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. P എന്നാൽ പ്ലാൻ. വ്യക്തമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തി അവ നേടിയെടുത്താൽ ഭാവി എങ്ങനെയാവുമെന്ന് മനസ്സിൽ കാണുക. പദ്ധതികൾ അനുസരിച്ച് ഓരോ ലക്ഷ്യത്തിലെത്താൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദമായി വിവരിക്കേണ്ടത് പ്രധാനമാണ്. വ്യക്തിജീവിതത്തിൽ പുതുവർഷത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഇതിൽ ഉൾപ്പെടും. D എന്നാൽ ഡു. Pയിലെ പദ്ധതി നടപ്പിലാക്കുക. അടിസ്ഥാന വിവര ശേഖരണമാണ് ഏറ്റവും പ്രധാനം. വ്യക്തിജീവിതത്തിൽ നമ്മൾ ജിമ്മിൽ പോകുന്ന ദിവസങ്ങൾ കലണ്ടറിൽ കുറിച്ചുവെക്കുന്നതുപോലെ ഇത് ലളിതമായ ഒരു പ്രവൃത്തിയാണ്. ഇത് വിശദമായി ചെയ്യണമെങ്കിൽ സാധാരണയായി അളക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് സ്മാർട്ട് വാച്ച്, നടന്ന ദൂരം, കഴിച്ച ഭക്ഷണത്തിന്റെ കലോറി കണക്ക്, ഇടയിൽ ഇമെയിൽ അയക്കാനായി എടുത്ത സമയം, ഒരു പ്രൊജക്റ്റ് ചെയ്യാനെടുത്ത സമയം. C എന്നാൽ ചെക്ക് എന്നാണ്. Dയിൽ ശേഖരിച്ച അടിസ്ഥാന വിവരങ്ങൾ വിശകലനം ചെയ്യുകയും Pയിലെ ലക്ഷ്യങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുകയും ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കുമോ എന്ന് മനസ്സിലാക്കണം. തീരുമാനിച്ചുറച്ച പദ്ധതിയിൽ നിന്നും നമ്മൾ വഴി മാറുന്നുണ്ടോ, ലക്ഷ്യത്തിലെത്തുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നീ കാര്യങ്ങൾ ആലോചിക്കുവാനുള്ള സമയമാണ് കൈസൻ. ദ കീ ടു ജപ്പാൻസ് കോമ്പറ്റേറ്റീവ് സക്സസ്. ജപ്പാന്റെ മത്സരവിജയത്തിന്റെ രഹസ്യം എന്ന തന്റെ പുസ്തകത്തിൽ സ്വയം ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ച് മസാക്കി ഇമായി എന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഞാൻ ആസൂത്രണം ചെയ്തതുപോലെ എന്തുകൊണ്ട് കാര്യങ്ങൾ നടന്നില്ല? എന്തുകൊണ്ട് ഈ പ്രക്രിയ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല? വർഷത്തിന്റെ തുടക്കത്തിൽ 2 ആഴ്ച ജിമ്മിൽ പോയെങ്കിലും പിന്നീട് അത് എന്തുകൊണ്ട് തുടർന്നില്ല? ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം. എന്തുകൊണ്ട് എന്നതിന് വ്യക്തമായ ഉത്തരം ലഭിക്കണം. ഇതിനെയാണ് മസാക്കി ഇമായി പ്രശ്നത്തിന്റെ വേര് എന്ന് വിളിക്കുന്നത്. ഉത്തരം ലഭിച്ചാൽ മാറ്റങ്ങൾ വരുത്താൻ എളുപ്പമാകും. A എന്നാൽ ആക്ട്. Dയിൽ ചെയ്തത് തൃപ്തികരമായാൽ അത് നമ്മൾ Cയിൽ പരിശോധിക്കുന്നുണ്ട്. Dയിലെ കാര്യങ്ങൾ പ്രായോഗികമാക്കുന്നു. എന്നാൽ Dയിലെ കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. ഉദാഹരണത്തിന് നിങ്ങൾ എന്നും രാവിലെ അരമണിക്കൂർ പിയാനോ വായിക്കാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. എന്നാൽ Pയിലെ പദ്ധതിയിൽ ഒരു
കച്ചേരിക്ക് ഒരുങ്ങാനായി എല്ലാ ദിവസവും രാത്രി അത്താഴത്തിനു ശേഷം 1 മണിക്കൂർ വായിക്കും എന്ന് നിശ്ചയിച്ചിരുന്നതായി കാണുന്നു. അപ്പോൾ നിങ്ങൾ ഒരു മാസം ഡി ഘട്ടത്തിൽ രാവിലെ അരമണിക്കൂറിനു പകരം രാത്രി 1 മണിക്കൂർ പിയാനോ വായിക്കുന്നു. ഒരു മാസത്തിനു ശേഷം സി ഘട്ടത്തിൽ രാത്രി വായന കൊണ്ട് മെച്ചമുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ എന്നും രാത്രി 1 മണിക്കൂർ വായിച്ചിട്ടുണ്ടോ? അതോ രാത്രി ക്ഷീണം കാരണം പല ദിവസങ്ങളിലും വായന ഒഴിവാക്കിയിട്ടുണ്ടോ? അതോ രാത്രികാലങ്ങളിൽ പിയാനോ വായിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതുകൊണ്ടും കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും എന്നതുകൊണ്ടും പല ദിവസങ്ങളിലും 1 മണിക്കൂറിനേക്കാൾ അധികം വായിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് എ ഘട്ടത്തിലെത്തി. ഒന്നുകിൽ രാവിലെ അരമണിക്കൂർ വായിക്കുന്നു, അല്ലെങ്കിൽ രാത്രി വായന തുടങ്ങുന്നു. നമ്മൾ എ ഘട്ടത്തിൽ എന്തു തീരുമാനിക്കുന്നു അതാവും ഇപ്പോൾ മുതൽ നമ്മുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ജീവിത മാതൃക. പിന്തിരിപ്പൻ പ്രചോദനം കൈസനോടൊപ്പം. നിങ്ങൾ ജീവിതത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന 3 അടിസ്ഥാന മാറ്റങ്ങൾ വരിവരിയായി എഴുതുക. ഇവ ചിലപ്പോൾ മുമ്പ് ചെയ്തതോ പിന്നീട് മാറ്റിവെച്ചതോ ആവാം. ഓരോ മാറ്റത്തിന്റെയും നേരെ എന്തു വന്നാലും നിങ്ങൾ ഈ മാറ്റം എന്തുകൊണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുക. അതാണ് അടുത്ത തീരുമാനത്തിന്റെ ഉത്തോലകം. ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ ഭാവി എങ്ങനെയാവും എന്ന് ഭാവനയിൽ കാണുക. ഉദാഹരണത്തിന് ആഴ്ചയിൽ 2 ദിവസം കായിക വിനോദത്തിൽ ഏർപ്പെടുക ആണ് മാറ്റമെന്ന് കരുതുക. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ കാണുന്ന ചിത്രം ഇങ്ങനെയായിരിക്കും. കായിക വിനോദത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ഞാൻ എപ്പോഴും ഡോക്ടറുടെ അടുത്താവും. പലതരം വേദന കൊണ്ട് കഷ്ടത്തിൽപ്പെടുന്നുണ്ടാകും. ഈ ഭയമുണ്ടാകുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ കൂടുതൽ ശ്രദ്ധിക്കും. ഞാൻ ഈ മേഖലയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് 3 കാര്യങ്ങൾ എഴുതുക. ഒരു മാസത്തിനു ശേഷം നിങ്ങൾ ഈ തീരുമാനം അനുസരിച്ച് പ്രവർത്തിച്ച് ലക്ഷ്യത്തിലെത്തിയോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. എന്തുകൊണ്ട് എന്ന് കണ്ടുപിടിച്ച് പരിഹാരം തേടി പുതിയ പ്രവർത്തന രീതി ഉൾപ്പെടുത്തി പരിശീലനം തുടരുക. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരുന്നാൽ അത് തോൽവിയല്ല. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ പല ഫലങ്ങൾ പ്രതീക്ഷിച്ച് ഒരേ കാര്യം ആവർത്തിക്കുന്നതാണ് തോൽവി. ഒരേ കാര്യം ആവർത്തിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഈ ഒരു കെണിയിലാണ് നമ്മൾ മനുഷ്യർ പലപ്പോഴും വീഴുന്നത്. താങ്ക് യു.